അവളെയും കൂട്ടി തറവാട്ടിന് പുറത്തേക്കായിരുന്നു പോയത്. ഇച്ചായ, അവൾ ദേഷ്യത്തോടെ വിളിക്കുന്നത് കേട്ടതും അവനൊന്ന് നിന്നു. അപ്പോഴേക്കും അവർ മുറ്റത്തേക്ക് എത്തിയിരുന്നു. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു അത്. പകൽ പോലെയുള്ള വെളിച്ചം മുറ്റത്തുണ്ടായിരുന്നു. ചുറ്റിനും സൈലന്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു പേടി തോന്നി. എന്നെ ഇതെവിടെ വലിച്ചുകൊണ്ട് പോവാ? ആരെങ്കിലും കണ്ടോണ്ട് വന്ന നാണക്കേടാ. ഇത് നമ്മുടെ നാടും വീടും ഒന്നും അല്ല. അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ കൈകൾ വിട്ടിട്ട് അവളുടെ മുൻപിൽ കൈകൾ മാറിൽ കെട്ടി നിന്നു. എന്തു പറഞ്ഞാൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നോണം, അവൾ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തതും അവൾ വീഴാനായി പോയിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചെന്നിടിച്ചു. എന്താ? അവന്റെ നോട്ടം കണ്ട് അവൾ വീണ്ടും ചോദിച്ചു. എൻ്റെ പെണ്ണിങ്ങനെ ചൂടാവുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? കലി വരുമ്പോൾ ഈ മുഖമെല്ലാം കൂടി ചുവന്ന് തൊടുത്ത് നല്ല പഴുത്ത തക്കാളിപ്പഴം പോലെയാകും. അവൻ അവളുടെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. സോപ്പിടാതെ അങ്ങോട്ട് മാറി നിൽക്കിച്ചായ. എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് വന്നോണം. അവൾ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു. എടി, ഞാനിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് വരുന്നത് കൊണ്ടല്ലേ നീ ഇപ്പം എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? പഴയ ക്രിസ്റ്റിയുടെ സ്വഭാവമായിരുന്നെങ്കിൽ എൻ്റെ പൊന്നുമോൾ എൻ്റെ മുന്നിൽ നിന്ന് മൂത്രം ഒഴിക്കും. അവനും തിരികെ അവളെ കളിയാക്കി. ഉവ്വ. അവനോട് തിരികെ പറയാൻ മറുപടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവനെ നോക്കി കോക്കറി കുത്തി കാണിച്ചു. നീ ഇങ്ങോട്ട് വാ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. അതോ ഇനിയിപ്പോൾ എൻ്റെ കൂടെ വരാൻ പേടിയാണോ? അവൻ സംശയത്തോടെ അവളെ നോക്കി. എനിക്ക് ഇച്ചായൻ്റെ കൂടെ വരാൻ ഒരു പേടിയില്ല. രാത്രിയിൽ അതും അറിയാത്ത ഈ സ്ഥലത്ത് നമ്മൾ എങ്ങോട്ട് പോവാനാ? നമ്മുടെ നാട് പോലും അല്ല. അതാ എനിക്ക് ഉള്ളിലൊരു ഭയം. അവൾ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ കൂടെ ഞാനല്ലേടിയുള്ളത്. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ഇനിയിപ്പോൾ പോകുന്ന വഴി എന്ത് സംഭവിച്ചാലും നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് അത്രയും പോരെ? അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇച്ചായൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? അവൻ്റെ കവളിൽ ഒന്ന് കൈവച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ചെറുതായിട്ട് ഈറിനണിഞ്ഞിരുന്നു. അയ്യേ, നീ എന്താടി ഒരുമാതിരി പാവം പിടിച്ച് തൊട്ടാവാടി പെമ്പിള്ളേരെ പോലെ സംസാരിക്കുന്നേ? ഇത് ഷീത് ചാർലിയോട് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. എല്ലാവരുടെയും പുലിക്കുട്ടി എന്നോടിത് പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ഇത് കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. അവൻ വീണ്ടും അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഇച്ചായൻ പറഞ്ഞത് ശരിയാ. ഈ വാക്കുകൾ ഞാൻ പറയുമ്പോൾ എല്ലാവരും ചിരിക്കുകയുള്ളൂ. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇച്ചായൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും എനിക്ക് ഒരു പേടിയില്ല. പക്ഷെ ഇച്ചായനെ നഷ്ടപ്പെടുന്നത് മാത്രം എനിക്ക് ഓർക്കാൻ കൂടി കഴിയില്ല. ആ സമയത്ത് ഞാൻ വെറും ഒരു പാവം പെണ്ണായിട്ട് മാറും. എൻ്റെ ധൈര്യമൊക്കെ ചോർന്ന് ഒലിക്കുന്നത് പോലെ എനിക്ക് തോന്നും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ക്രിസ്റ്റിച്ചായനെ. ഞാൻ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ായിട്ടുള്ള ഒരു ജീവിതം. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. എന്നെ ഒഴിവാക്കുമ്പോഴും എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴും എന്നെ മാത്രം അവോയ്ഡ് ചെയ്ത് ബാക്കിയുള്ളവരോട് ഇടപഴകുമ്പോഴൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഞാൻ. മനസ്സിൽ ഒരിക്കലും ഞാനുണ്ടെന്ന് കരുതിയിരുന്നതല്ല. 2 മാസം കഴിഞ്ഞ് നമ്മുടെ വിവാഹമാണെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണ്. അവളൊരു പുഞ്ചിരിയോടെ അവരോട് പറയുന്നത് കേട്ട് അവനവളുടെ പിന്തലയിൽ പിടിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എൻ്റെ പെണ്ണെ, ഞാൻ നല്ല റൊമാൻറ്റിക് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിന്നെ അവളുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നേ. എന്നിട്ടിപ്പോൾ നീ ആകെ സെൻറ്റി ആകുവാണല്ലോ. വെറുതെ എൻ്റെ മൂഡ് കളയാൻ നിൽക്കാതെ വന്നേ. അവനവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ആഗ്രഹിച്ചത് തന്നെ കൊണ്ടുവന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ഇനിയും സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതി അവളും അവൻ്റെ ഒപ്പം നടന്നു. അവൻ അവളെ കൊണ്ടുചെന്ന് നേരെ പോയത് ഒരു കുളത്തിൻ്റെ അടുത്തേക്കാണ്. തറവാടിനോട് ചേർന്ന് തന്നെ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ പടവുകൾ അവനവളുടെ കയ്യിൽ പിടിച്ചിറങ്ങി. ഏറ്റവും താഴത്തെ സ്റ്റെപ്പിലെത്തിയതും അവൾ കുളത്തിലേക്ക് നോക്കി. നല്ല നിലാവുള്ള രാത്രി ആയതുകൊണ്ട് തന്നെ ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ കുളം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അമ്പിളിയമ്മാവിൻ്റെ പ്രതിബിംബം ആ കുളത്തിലുണ്ടായിരുന്നു. അവൾ ആ കുളത്തിലേക്ക് തന്നെ നോക്കി നിന്നു. എങ്ങനെയുണ്ട്? അവനവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് ചോദിച്ചു. ഇച്ചാൻ എങ്ങനെ അറിയാമായിരുന്നു ഇവിടെ കുളമുണ്ടെന്ന്? അവൾ തിരികെ ചോദിച്ചു. ദോ അത് കണ്ടോ? അവൻ തറവാട്ടിലേക്ക് ചൂണ്ടി. അവളും അങ്ങോട്ടേക്ക് നോക്കി. അവിടെ നിന്നാ ഈ കുളം കാണാം. വൈകിട്ട് ചുമ്മാ അവിടെ നിന്ന് നോക്കിയതാ, അങ്ങനെ കണ്ടുപിടിച്ചു. അമ്മമാരോട് നാളെ രാവിലെ ഇവിടെ വന്ന് കുളിക്കാമെന്ന് പറഞ്ഞ് പ്ലാനും ഇട്ടിട്ടുണ്ട്. അപ്പം നിന്നെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണമെന്ന് തോന്നി, അതാ. അവൻ ചിരിയോടെ പറഞ്ഞു. അവൾ അങ്ങോട്ടേക്ക് തന്നെ നോക്കി. പ്രകൃതിക്ക് വല്ലാത്തൊരു സൗന്ദര്യം തോന്നി അവൾക്ക്. പെട്ടെന്ന് അവൻ അവളുടെ പുറകിലേക്ക് മാറി. അവളുടെ കണ്ണുകൾ രണ്ടും തൻ്റെ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു. ഇച്ചായ, എന്തീ കാണിക്കുന്നേ? അവൾ പേടിയോടെ അവനോട് പറഞ്ഞു. അവൻ പെട്ടെന്ന് അവളുടെ കാതിൻ്റെ അടുത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. അവൻ്റെ ചൂടുശ്വാസം അവളുടെ കഴുത്തിലും കാതിലുമായി പതിച്ചിരുന്നു. മിണ്ടല്ലേ? അവൻ പതിയെ പറഞ്ഞതും അവൾ ഒന്നും തന്നെ പിന്നെ മിണ്ടിയില്ല. ഞാൻ പറയുന്നത് വരെ കണ്ണു തുറക്കല്ലേ, എന്നെ പറ്റിച്ചാൽ നോക്കിക്കോ. അവൻ പറയുന്നത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. കണ്ണു തുറക്കില്ല. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ച് പറഞ്ഞു. അവൻ പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും എന്തോ ഒരു സാധനം കൈകളിലേക്ക് എടുത്തു. അവൾ അപ്പോഴും കണ്ണുകളടച്ച് ചുണ്ടിൽ ചെറു പുഞ്ചിരിയായി നിൽക്കുകയായിരുന്നു. തൻ്റെ കഴുത്തിൽ എന്തോ ഇഴയുന്നത് പോലെ അവൾക്ക് തോന്നി. എങ്കിലും അവനോട് കണ്ണു തുറക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ കണ്ണു തുറന്ന് നോക്കിയില്ല.
ഇനി നോക്കിക്കോ. അവൻ ചെറുപുഞ്ചിരിയോടെ അവളോട് പറയുന്നത് കേട്ടതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു. ശേഷം തൻ്റെ കഴുത്തിലേക്ക് നോക്കി. ഒരു ഡയമണ്ടിൻ്റെ ലോക്കറ്റോട് കൂടി ചേർന്ന ഒരു സിമ്പിൾ ചെയിനായിരുന്നു. ഇച്ചായ, ഇത്? അവൾ പെട്ടെന്ന് തല ചരിച്ചു വെച്ച് കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തേ, എൻ്റെ പെണ്ണ് ആഗ്രഹിച്ചത് ഇത് തന്നെയല്ലായിരുന്നോ? അവൻ കൈകൾ മാറിൽ കെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി പുരികം പൊക്കി ചുണ്ടിൽ ചെറുപുഞ്ചിരിയുമായി ചോദിക്കുന്നത് കേട്ടതും അവൾ അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. ഞാൻ മറന്നുപോയതാ ഇത്. ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നീ മറന്നുപോയി കാണും, പക്ഷെ എൻ്റെ പെണ്ണിൻ്റെ ഓരോ ആഗ്രഹവും എനിക്കെങ്ങനെ മറക്കാൻ കഴിയുമോ? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു. ഋഷി തൻ്റെ പഴയ ആ ഓർമ്മയിലേക്ക് പോയി. ഷീതുവിൻ്റെ മിന്നുമാല വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു അവരെല്ലാവരും കൂടി. അപ്പോഴാണ് ആ ജ്വല്ലറിയിൽ ഈ ഡയമണ്ട് ചെയിൻ ഇരിക്കുന്നത് അവൾ കണ്ടത്. പണ്ടേ ഡയമണ്ടിനോട് അവൾക്ക് കുറച്ച് പ്രിയം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജ്വല്ലറിയിൽ നിന്ന് സെയിൽസ്മാനോട് ഉള്ളതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ തിരക്കി. അപ്പോഴാണ് അയാൾ പറഞ്ഞത് അത് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. കേട്ടപ്പോൾ ആദ്യം സങ്കടം തോന്നിയെങ്കിലും ചെറുപുഞ്ചിരിയോടെ അയാളെ നോക്കി തലയാട്ടി. അതിനുശേഷം അവൾ അവിടെ നിന്നും പോയിരുന്നു. പക്ഷെ ഇതൊന്നും ക്രിസ്റ്റി കണ്ടില്ല എന്നായിരുന്നു അവൾ ഇത്രയും നാൾ കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് അവനത് തൻ്റെ കഴുത്തിൽ ഇട്ട് തന്നപ്പോൾ മനസ്സിലായി അതൊക്കെ അവനപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷേ ഇച്ചായ, ഇത് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്നല്ലേ അയാൾ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ ഇതിപ്പോൾ കിട്ടിയത്? അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ബുക്ക് ചെയ്തവരത് വാങ്ങിച്ചുകൊണ്ട് പോയി. നീ ആഗ്രഹിച്ചത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ അന്ന് വില ചോദിച്ചത്? അവൻ ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു. എനിക്ക് ഇത് അന്ന് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി. റേറ്റ് ചോദിച്ചത് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ട് പപ്പയെ കൂട്ടിക്കൊണ്ടുപോയി വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാ. പക്ഷെ അപ്പോഴേക്കും അത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞാനത് വിട്ട കാര്യമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഇച്ചായന് കിട്ടിയത്? അതും സെയിം മോഡൽ, ഒരു വ്യത്യാസവും ഇല്ലാതെ. അവൾ സംശയത്തോടെ അതിലുപരി ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ അന്ന് തന്നെ അവരോട് പറഞ്ഞിരുന്നു ഇതിൻ്റെ സെയിം മോഡൽ തന്നെ എത്ര രൂപയായാലും വേണ്ടിയില്ല, എനിക്ക് വേണ്ടി സ്റ്റോക്ക് എടുത്ത് തരണമെന്ന്. ഇന്നലെയാ ഇതെൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പം തന്നെ നിനക്ക് തരണമെന്ന് കരുതിയതാ, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇതുപോലൊരു സർപ്രൈസ് ക്രിയേറ്റ് ചെയ്ത് നിന്റെ കഴുത്തിൽ എനിക്ക് ഇട്ട് തരണമെന്ന് തോന്നി. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ ഷോൾഡറിൽ രണ്ടും പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളും തിരികെ അവനെ നോക്കി. അല്ല, നിന്റെ ഇഷ്ടപ്രകാരം ഞാനിത് തന്നിട്ട് നീ എന്താ എനിക്ക് തിരികെ തരാൻ പോകുന്നത്? അവൻ കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. തരാം, കണ്ണടയ്ക്ക്. അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇച്ചായ പറഞ്ഞപ്പോൾ ഞാൻ കണ്ണടച്ചില്ലേ? അപ്പം ഞാൻ പറയുമ്പോൾ ഇച്ചായനും കണ്ണടയ്ക്ക്. അവൾ വീണ്ടും പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം കണ്ണുകൾ പതിയെ അടച്ചു. തുറന്നു നോക്കിയ ഫൗളാണേ. കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ അവൾ പറയുന്നത് കേട്ട് കണ്ണടച്ചുകൊണ്ട് തന്നെ അവൻ ചിരിച്ചു. അവളിപ്പോൾ എന്തോ തരുമെന്നുള്ള ധാരണയോടെ കണ്ണടച്ച് പ്രതീക്ഷ നിൽക്കുകയാണ് അവൻ. അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ രണ്ടും പിടിച്ചുകൊണ്ട് ഒരൊറ്റ തള്ളായിരുന്നു കുളത്തിലേക്ക്. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ പ്രതീക്ഷിക്കാതെ തന്നെ ക്രിസ്റ്റി കുളത്തിലേക്ക് വീണു. കുളത്തിൽ നിന്ന് മുങ്ങി നിവർന്ന് നോക്കിയ അവൻ അവളെ അവിടെ എങ്ങും കണ്ടിരുന്നില്ല. അവൻ സംശയത്തോടെ ചുറ്റിനും നോക്കി. എന്നാണ് തൻ്റെ തൊട്ടടുത്തായിട്ട് ആരോ മുങ്ങി നിവരുന്നത് അവൻ അറിഞ്ഞത്. അത് കണ്ടതും അവൻ സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കുമായിരുന്നു. അവനെ നോക്കി മുഖമൊന്ന് തുടച്ചതിന് ശേഷം കൈകൾ മാറിൽ കെട്ടി പുരികം പൊക്കി നിൽക്കുകയാണ് അവൾ. പേടിച്ചു പോയോ കടുവേ? അവൾ വാപൊത്തി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി കളിയാക്കി. അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവളുടെ നനഞ്ഞു കുതിർന്ന ശരീരം അവൻ്റെ ശരീരത്തിലേക്ക് ഒട്ടിച്ചേർന്നു. ഇരുവരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി. രണ്ടുപേരുടെയും ഭാവം മാറി തുടങ്ങിയിരുന്നു. രണ്ടുപേർക്കും ഉള്ളിലും മറ്റെന്തോ ഒരു തരം വികാരം ഉടലെടുത്തു. തൻ്റെ കൈകൾ അവൻ്റെ മുഖത്തേക്ക് വെച്ചു. അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവനും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ്റെ കവളിൽ രണ്ടും കൈവച്ചുകൊണ്ട് അവൾ അവൻ്റെ നെറ്റിയിലും കണ്ണുകളിലും മൂക്കിലും ചുണ്ടിലും ഒക്കെ ഒന്ന് ചുംബിച്ചു. കണ്ണുകളടച്ച് അവൻ അതിനൊക്കെ സ്വീകരിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ കവിളിലായി അവളുടെ കവിളൊന്നുരസി. അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു. ക്രിസ്റ്റിയുടെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി. അവൾ അവൻ്റെ കാതിൻ്റെ അടുത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. അവൻ്റെ കാതിൽ ചെറുതായി ഒന്ന് കടിച്ചു വിട്ടു. അതിൻ്റെ പ്രതിഫലനമായി അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിലും മുറുകി. അവൻ ഉടനെ തന്നെ അവളെ പിടിച്ചു പൊക്കി. അവൻ്റെ തോളിലൊന്ന് അമർത്തി പിടിച്ചുകൊണ്ട് അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവൾ ഇട്ടിരുന്ന നൈറ്റ് ഡ്രസ്സിൻ്റെ ബനിയൻ്റെ മുകളിൽ കൂടി അവൻ്റെ ചുണ്ടുകൾ അവളുടെ വയറ്റിൽ പറിഞ്ഞു. അവൾ തൻ്റെ ഇരു കൈകളും അവൻ്റെ മുടിയിൽ അമർത്തി പിടിച്ചു. വെള്ളത്തിൽ വീണ് നനഞ്ഞ അവളുടെ ശരീരം തണുക്കുന്നതിനേക്കാൾ ഉപരി ചൂട് പിടിക്കുകയാണ് ചെയ്തത്. തൻ്റെ മുഖം കൊണ്ട് തന്നെ അവളുടെ വയറ്റിൽ മറഞ്ഞു കിടന്ന അവളുടെ ബനിയൻ ഒന്ന് മാറ്റിക്കൊണ്ട് അവളുടെ നഗ്നമായ പൊക്കിൾ ചുഴിയിൽ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു. ഇച്ഛ. വികാരത്തിന് മുകളിൽ നിൽക്കുന്ന അവളുടെ ശബ്ദം വിറച്ചു. അവൻ പതിയെ അവളെ താഴ്ത്തി. അവൾ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു. അവൾ തൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചു മാറ്റി ഷർട്ട് ഇരു സൈഡിലേക്കും വകഞ്ഞു മാറ്റിയതിനു ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ ചുണ്ടുകളെ അവൾ അടുപ്പിച്ചു. രോമാവൃതമായി അവൻ്റെ നെഞ്ചിൽ മുഴുവൻ അവൾ ചുംബിച്ചിരുന്നു. അവൻ കണ്ണുകളടച്ച് അവയെ സ്വീകരിച്ചിരുന്നു. അവൾ നൽകുന്ന ഓരോ ചുടുചുംബനത്തിലും അലിഞ്ഞു നിൽക്കുകയായിരുന്നു അവൻ.
പെട്ടെന്ന് അവളുടെ മുടിക്കുള്ളിൽ കൂടി അവൻ്റെ കരങ്ങൾ കടത്തിയതിനു ശേഷം ബലമായി അവൻ അവളുടെ മുഖം തൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു പിടിച്ചു. എന്താണ് അവൻ ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപേ തന്നെ ക്രിസ്റ്റി അവളുടെ ചുണ്ടിനെ തൻ്റെ ചുണ്ടുകളാൽ പൊതിഞ്ഞിരുന്നു. ഒരു മൂളലോടെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. അവൻ അവളെ ചുംബിച്ചു തുടങ്ങി. ശ്വാസം പോലും കടന്നു പോകാത്ത വിധം അവളും അവനും പരസ്പരം വലിഞ്ഞു മുറുക്കി. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ചുംബിക്കുകയായിരുന്നു. അവൻ നൽകുന്ന ചുംബനത്തിൻ്റെ തീവ്രതയിൽ അവളുടെ ശരീരം വളഞ്ഞ് പുറകിലേക്ക് പോയി. അവനും അതിനനുസരിച്ച് അവളിലേക്ക് ആഞ്ഞിരുന്നു. അവളെ ചുംബിച്ചുണർത്തിയതിനോടൊപ്പം തന്നെ അവൻ്റെ കരങ്ങൾ അവളുടെ ശരീരത്തിൻ്റെ അളവെടുത്തു. അവൻ്റെ കൈകൾ അവളുടെ മൃദുലതയേറിയ ഓരോ ശരീരഭാഗങ്ങളിലും അലഞ്ഞു നടന്നിരുന്നു. ഒടുവിൽ ഇരുവർക്കും ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയതും രണ്ടുപേരും പരസ്പരം പിന്മാറി. അവനെ നോക്കാൻ ശക്തിയില്ലാത്തതുപോലെ നാണത്തോട് അവൾ തലകുനിച്ചു. അവൻ തൻ്റെ ചുണ്ടൊന്ന് തുടച്ചതിന് ശേഷം വിരൽ കൊണ്ട് അവളുടെ മുഖം ഉയർത്തി. അവളുടെ കീഴ്ചുണ്ടിൽ തൻ്റെ തള്ളവിരൽ കൊണ്ടൊന്ന് തഴുകി. അവളൊന്ന് മൂളിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ വീണ്ടും അവൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു. അവൾ തന്നെ ഒരു കൈകൊണ്ട് അവൻ്റെ പിൻകഴുത്തിലൂടെ ഇട്ട് അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. അവൻ വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചു തുടങ്ങിയിരുന്നു. അതിൽ പതിയെ അലിഞ്ഞുപോയി. നിമിഷങ്ങൾ കടന്നു പോകും തോറും അവളുടെ ശരീരം ചൂട് പിടിക്കുന്നതായി അവൾക്ക് തോന്നി. അവൻ്റെ കരങ്ങൾ അവളിൽ അലയുന്നതും അവൻ്റെ ചുംബനവും എല്ലാം കൂടി അവളിലെ പെണ്ണിനെ ഉണർത്താൻ കഴിവുള്ളതായിരുന്നു. അവളുടെ ചുണ്ടിൽ നിന്നും ചുംബനത്തെ വേർപ്പെടുത്തിയ ശേഷം അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർത്തി വെച്ചു. അവൻ ഒരു പിടച്ചിലൂടെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു ഋഷു അവനെ. അവൻ്റെ ചുണ്ടും നാവുമൊക്കെ അവളുടെ കഴുത്തിൽ കൂടി അലഞ്ഞു നടന്നു. അവൻ്റെ മുടിയിൽ വിരൽ കോർത്ത് പിടിച്ച് അതിൽ ലയിച്ചു നിൽക്കുകയായിരുന്നു അവളും. അവരുടെ രണ്ടുപേരുടെയും പ്രണയം കണ്ട് മാനത്ത് നിൽക്കുന്ന അമ്പിളിമാമൻ പോലും നാണം കൊണ്ട് ചിരിക്കുന്നത് പോലെ തോന്നിയിരുന്നു. ഇനിയും കൂടുതൽ സമയം നിന്നാൽ അവൻ്റെ പ്രവൃത്തിയിൽ പൂർണ്ണമായും വിവശയായി പോകുമെന്ന് മനസ്സിലാക്കിയ അവൾ അവനെ തള്ളി മാറ്റിയതിനു ശേഷം ചിരിച്ചുകൊണ്ട് കുളപ്പടവുകൾ കയറി. അവനും ഒന്നുകൂടി മുങ്ങി നിവർന്ന് തൻ്റെ മുഖമൊന്ന് കൈകൾ കൊണ്ട് തുടച്ചതിന് ശേഷം അവളുടെ ഒപ്പം തന്നെ സ്റ്റെപ്പുകൾ കയറിയിരുന്നു. കടുവ മുകളിലേക്ക് കയറിയതിനു ശേഷം അവൾ അവനെ നോക്കി വിളിച്ചു. അവനാണെങ്കിൽ അവളെ നോക്കി മീശ പിരിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. തള്ളി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ പലതും കൈവിട്ട് പോയേനെ. അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നല്ല കൺട്രോളാണ് മോളെ, നിനക്ക് ഒട്ടും കൺട്രോൾ ഇല്ലാത്തത്. അവൻ അവളെ തിരികെ കളിയാക്കി. ഉവ്, എനിക്ക് നല്ല കൺട്രോളാ, അവൾ വാശിയോടെ അവനോട് പറഞ്ഞു. അത് നിന്റെ ശരീരം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അവൻ വീണ്ടും അവളെ കളിയാക്കി. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ നാണത്തോടെ തല കുനിച്ചു വെച്ചു. അവൻ പെട്ടെന്ന് അവളുടെ മുഖം അവന് നേരെ ഉയർത്തി. എനിക്ക് നിന്റെ ഈ നാണമുള്ള മുഖം അല്ല കാണേണ്ടത്. അവൻ പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവൾ പുരികം പൊക്കി. കുറച്ചു മുൻപേ എന്നെ സെഡ്യൂസ് ചെയ്യുന്നത് പോലെ ചെയ്തില്ലേ? എനിക്കതാ ആവശ്യം. അല്ലാതെ ഞാനൊന്ന് തൊടുമ്പോൾ നാണത്തോടെ നിൽക്കുന്ന പെണ്ണിനെ അല്ല. ഞാനൊന്ന് ചെയ്യുമ്പോൾ പകരം ഇങ്ങോട്ട് രണ്ട് ചെയ്ത് കാണിക്കുന്ന പുലിക്കുട്ടിയാ. അവൻ പറയുന്നത് കേട്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞു. അവൾക്ക് നാണം വന്നുവെന്ന് അവന് മനസ്സിലായി. അവനും ഒരു ചിരിയോടെ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. ഒപ്പം അവളുടെ നെറുകയിലായി ഒന്ന് ചുംബിക്കുകയും ചെയ്തിരുന്നു.